കായംകുളം നഗരസഭയുടെ ശതാബ്ദി ആഘോഷിക്കുന്നതിനോടനുബന്ധിച്ച് ആരോഗ്യരംഗത്തെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഐക്യ ജംഗ്ഷൻ വാർഡിൽ അയ്യൻ കോയിക്കൽ നഗറിൽ പുതുതായി ആരംഭിക്കുന്ന നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും. കായംകുളം നഗരസഭയുടെ ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ ആരോഗ്യരംഗത്തെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കായംകുളം ഐക്യ ജംഗ്ഷൻ വാർഡിൽ അയ്യൻ കോയിക്കൽ നഗറിൽ പുതിയതായി ആരംഭിക്കുന്ന നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. കായംകുളം നഗരസഭ നഗര ജനകീയ ആരോഗ്യ കേന്ദ്ര കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. കായംകുളം നഗരസഭയുടെ ശതാബ്ദി ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ആരോഗ്യരംഗത്തെ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകർന്ന് ഐക്യ ജംഗ്ഷൻ വാർഡിൽ അയ്യൻ കോയിക്കൽ നഗറിൽ പുതുതായി ആരംഭിക്കുന്ന നഗര ജനകീയ ആരോഗ്യ കേന്ദ്ര കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം 2025 ഫെബ്രുവരി 16 ഞായറാഴ്ച വൈകിട്ട് 3:30 ബഹുമാനപ്പെട്ട കായംകുളം MLA അഡ്വക്കേറ്റ് യു പ്രതിഭയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർ നിർവഹിക്കുന്നു. നഗര ആരോഗ്യ കേന്ദ്രത്തിലൂടെ ലക്ഷ്യമിടുന്നത് മികച്ച ചികിത്സ, വിദഗ്ധ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സാന്ത്വന പരിചരണം, അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക ഊന്നൽ, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ, സാന്ത്വന പരിചരണം, പകർച്ചവ്യാധി തടയാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി ജനങ്ങളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം പ്രാവർത്തികമാക്കാനുള്ള നടപടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരും നാഷണൽ ഹെൽത്ത് മിഷനുമായി സഹകരിച്ചുകൊണ്ട് ആരോഗ്യ കേന്ദ്രം നഗരസഭ പ്രവർത്തനം സജ്ജമാക്കുന്നത്. എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും ക്ഷേമത്തിനായുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ആരോഗ്യരംഗത്ത് കായംകുളം നഗരസഭ നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അവിടെ നമ്മുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യപ്പെടും. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും. നഗര ആരോഗ്യ കേന്ദ്രത്തിലൂടെ ലക്ഷ്യമിടുന്നത് മികച്ച ചികിത്സ, വിദഗ്ധ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സാന്ത്വനപൂർണമായ സേവനം, അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക ഊന്നൽ, പ്രമേഹം, രക്താതിസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ, സ്വാന്തന പരിചരണം, പകർച്ചവ്യാധി തടയാനുള്ള പ്രവർത്തനങ്ങൾ എന്നിവയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു. സംസ്ഥാന സർക്കാരും നാഷണൽ ഹെൽത്ത് മിഷനുമായി സഹകരിച്ചുകൊണ്ടാണ് ആരോഗ്യ കേന്ദ്രം നഗരസഭയിൽ പ്രവർത്തന സജ്ജമാക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് ഫർസാന ഹബീബ്, എസ് കേശുനാഥ്, മായാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം. ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് ആരോഗ്യ മേഖലയിൽ ഏറെ പ്രധാനപ്പെട്ട എടുത്തു പറയപ്പെട്ട പല പ്രവർത്തനങ്ങളും നമ്മൾ കാഴ്ചവെക്കുകയുണ്ടായി. അതിലേറെ പ്രാധാന്യം നിറഞ്ഞതായിരുന്നു കായംകുളം നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ 3 വെൽനസ് സെൻ്ററുകൾ ആരംഭിച്ചത്. അതിൽ 2023 ഡിസംബർ മാസം നമുക്ക് കൃഷ്ണപുരം പാലസ് വാർഡിൽ ഒരു വെൽനസ് സെൻ്റർ നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി, വാർഡ് 31-ൽ. അതിനുശേഷം കഴിഞ്ഞ വർഷം ഇതേ സമയം, അതായത് ഫെബ്രുവരി 16 തീയതി 2024 ഇതേ സമയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓൺലൈനിലൂടെ നമ്മുടെ പെരിങ്ങാല പ്രദേശത്ത് കൊയ്പ്പള്ളി കാരായ്മ വാർഡിൽ വാർഡ് 18-ൽ നമ്മുടെ വെൽനസ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം നടത്തുകയുണ്ടായി. CDNet ന്യൂസ് കായംകുളം.